നമുക്കറിയാം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഇന ഗ്യാരണ്ടികളാണ്. അതിൽ കേരളത്തിലെ അമ്മമാർ ഏറ്റെടുത്ത അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് KSRTC ബസ്സുകളിലേക്ക് UDFിൻ്റെ സർക്കാർ അധികാരത്തിലെത്തിയാൽ സൗജന്യ യാത്രയായിട്ട് അവർക്ക്, കാരണം ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ വീട്ടുപണിക്ക്, ഹോട്ടൽ പണിക്ക്, പാത്രം കഴുകി ജീവിക്കുന്ന എത്രയോ ആളുകൾ ദൈനംദിനമായിട്ട് പോയി വരുന്നവരുണ്ട്. രാവിലെയും വൈകുന്നേരമൊക്കെ പോകുന്ന ആ ഒരു ബസ്സിൻ്റെ കൂലി അവർക്ക് മിച്ചം പിടിക്കാൻ സാധിച്ചാൽ ആ സാധാരണക്കാർക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ചേച്ചി, വലിയ അനുഗ്രഹമായിരിക്കും. അപ്പോൾ വനിതകളുടെ വലിയൊരു പങ്കാളിത്തം തന്നെ. അതെ, കാരണം ഇത് കേരളത്തിലെ അമ്മമാർ, കേരളത്തിലെ സഹോദരിമാർ ഈ പദ്ധതി UDFിൻ്റെ സർക്കാർ മെയ് 4-ാം തീയതി കഴിഞ്ഞ് 100 സീറ്റിലധികമായിട്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ കേരളം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പദ്ധതിയായിട്ട് ഈ പദ്ധതി മാറും. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയാം, പെൻഷൻ, അമ്മമാരുടെ പെൻഷൻ 3000 രൂപയിലേക്ക് ഉയർത്തുന്നത് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ചതാണ്. ഏറെ പ്രിയങ്കരനായ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിലാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുന്നത്. കാരണം 25 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരെ ചേർത്ത് നിർത്തുകയാണ്. ഒരു കുടുംബത്തിൽ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ക്ഷണിക്കാതെത്തുന്ന അസുഖങ്ങളിലാൽ ബുദ്ധിമുട്ടിലാകുന്ന കുടുംബങ്ങളെ ചേർത്ത് നിർത്തും UDFിൻ്റെ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ. പോക്കറ്റ് മണി ഉണ്ടാവുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ച് ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം അവരുടേതായിരിക്കുന്ന ഒരു കുപ്പിവള വാങ്ങിക്കാൻ, ഒരു നല്ല കമ്മൽ മേടിക്കാൻ, ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം മേടിക്കാൻ, അതോടൊപ്പം നോട്ട് പുസ്തകങ്ങൾ, നല്ല ബാഗുകൾ, കോളേജുകളിലേക്ക് പോകുമ്പം കൂട്ടുകാരൊക്കെ കയ്യിൽ വെക്കുമ്പോൾ അങ്ങനെ ഒരു ബാഗ് മേടിക്കുക എന്ന് പറയുന്നത് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥിനികൾക്കായിട്ട് 1000 രൂപ മാസങ്ങളിൽ കൊടുക്കാൻ പോവുക UDF സർക്കാരിൽ അധികാരത്തിലെത്തുമ്പോൾ. അതേപോലെ തന്നെ തൊഴിൽ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ കൊടുക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇന്ദിരാ ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ ഇരു കരങ്ങളും നീട്ടിയാണ് കേരളം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങളതിനൊരു തുടക്കമായി ഞാനുണ്ട്, രമണി ചേച്ചിയുണ്ട്, മഹിളാ കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്, മണ്ഡലം തലത്തിലും നിയോജകമണ്ഡലം ജില്ലാ ഭാരവാഹികൾ എല്ലാവരുമുണ്ട്. ഞങ്ങൾ ഇതിനെ ഒരു ആഘോഷമാക്കി. കാരണം വനിതകൾക്കാണ്. ഇപ്പം വനിതകൾ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് ഒന്നുകൂടി എത്തിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഒരു പ്രതീകാത്മക യാത്ര ചിറയിൻകീഴിൽ നിന്ന് ആരംഭിച്ചത്. ഈ നിലവിൽ ചിറയിൻകീഴ് മുതൽ കോരാണി വരെയാണ്. ഇത് കേരളം മുഴുവൻ ഉടനെ തന്നെ വരും. കാരണം മെയ് 4-ാം തീയതി കഴിയുമ്പോൾ 100 സീറ്റിലധികമായിട്ട് കേരളത്തിൽ UDF ജയിക്കുമ്പോൾ, ജനങ്ങൾ നയിക്കുമ്പോൾ, നമ്മളെല്ലാവരും ചേർന്നതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ചിറയിൻകീഴിൽ നിന്ന് ഇന്ന് ആരംഭിച്ച ഈ ബസ് യാത്ര, ഈ ബസ് തിരുവനന്തപുരത്തേക്കാണ് 4-ാം തീയതി പോകാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ജനങ്ങളൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇത് അമ്മമാർക്ക്, സഹോദരിമാർക്ക് വേണ്ടി ജനങ്ങൾക്കരികിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ പരസ്യപ്രചരണമൊക്കെ അവസാനിക്കാൻ 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട വലിയൊരു ആക്ഷേപം ഡീൽ ആക്ഷേപമാണ്. ഈ ചിറയിൻകീഴ് ഇത്തരത്തിലൊരു ഡീൽ ഉള്ളതായി തോന്നുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം ഇനി 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു പരസ്യ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള വാഹന പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. ചിറയിൻകീഴ് ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ചിറയിൻകീഴിലെ നല്ലവരായ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളുടെയൊക്കെ വോട്ട് UDFിനൊപ്പമാണ്. മറ്റുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിശദമായിട്ടുള്ള പഠനത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് UDFിൻ്റെ ലീഡർഷിപ്പ് പറയും.